ഉള്ളുലയ്ക്കുന്ന സഹിക്കാൻ പറ്റാത്ത ഒരു വേദനാജനകമായ ജീവിതാനുഭവമാണ് ഇവിടെ ബാബ സുരേഷ് വിവരിക്കുന്നത്. നമുക്കൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും. എനിക്ക് ഏറ്റവും ആത്മാർത്ഥമുള്ള സുഹൃത്തുണ്ടായിരുന്നു, മറ്റു നല്ല സുഹൃത്താണ്. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ചു, സുരേഷ് ഒരു കാര്യം എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ ഞാൻ വരാം, പായസം കുടിക്കാന്ന്. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുത്തി ഇരുന്നു. പായസം എടുക്കാന്ന് പറഞ്ഞു. ശരി, ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അരമണിക്കൂറായി, 3/4 മണിക്കൂറായി പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ കഴിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ക്ലാസ്, 10-50ഓളം ക്ലാസ്സിലെ വീട്ടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കി കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു, എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് കുടിക്കുന്നു. ഡിസ്പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായി, ഒരുപാട് അനുഭവങ്ങൾ. അപ്പൊ ഇത് മാത്രമല്ല, ഒരു പാമ്പ് പിടിക്കാൻ പോയ സ്ഥലത്ത് വെള്ളം ചോദിച്ചപ്പോൾ അവിടെ സൈഡിലുള്ള ബാത്റൂമിലെ പൈപ്പ് തുറന്ന് കപ്പില് വെള്ളം കൊണ്ടുതന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പാമ്പിന്റെ കടിയേറ്റ വിഷത്തേക്കാൾ മാരകമായ വിഷമാണ് ചില മനുഷ്യ മനസ്സുകളിൽ ഉള്ളത്. എന്തായാലും ഇത് നമ്മുടെ ഈ പരിഷ്കൃത സമൂഹത്തിൽ എത്രത്തോളം ലജ്ജാവഹമാണ് എന്ന് നമ്മളെ കാണിച്ചു തരികയാണ്.